ഗുഡ് നൈബർ ടു ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്ക്. 17 ബ്രാഞ്ചുകളിലും എനിവെയർ ബാങ്കിംഗ് സംവിധാനം. സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും KTC ബാങ്കിന് സ്വന്തം. ഗുഡ് നൈബർ ടു ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്ക്. കൊടുങ്ങല്ലൂർ കാർഷിക ഗ്രാമവികസന ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അനുസ്മരണം നടത്തി. ഉമ്മൻചാണ്ടിയുടെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി ആരംഭിച്ച യോഗം ബാങ്ക് പ്രസിഡന്റ് TM നാസർ ഉദ്ഘാടനം ചെയ്തു. കൊടുങ്ങല്ലൂർ കാർഷിക വികസന ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഉമ്മൻചാണ്ടി സാർ ഒരു ശക്തിയും മറക്കാനാവാത്ത ഓർമ്മയാണെന്നും ആരോഗ്യസ്ഥിതി വളരെ മോശമായിട്ട് പോലും ബാങ്ക് മന്ദിരത്തിന്റെ ഉദ്ഘാടന കർമ്മം വളരെ സന്തോഷത്തോടും ആത്മാർത്ഥതയോടും കൂടി നിർവഹിച്ചതും അദ്ദേഹം തെളിയിച്ച ഈ ബാങ്കിന്റെ ഭദ്രദീപം ഇന്നും ഒരു ശക്തിയായി ബാങ്കിനെ ലാഭകരമാക്കി ബാങ്കിന്റെ വളർച്ചയിൽ അനുസൂതം മുന്നോട്ട് പോവുകയാണെന്നും ബാങ്ക് പ്രസിഡന്റ് TM നാസർ അനുസ്മരിച്ചു. ഭാര്യയ്ക്കും മക്കൾക്ക് വരെ ആ രോഗത്തെക്കുറിച്ച് അറിയാൻ പറ്റുമോ എന്ന് ഞാൻ സംശയിക്കുകയാണ്. ഏകദേശം 2018 അദ്ദേഹത്തിൻ്റെ രോഗം അദ്ദേഹം തിരിച്ചറിഞ്ഞു. ഞാൻ മാരകമായ ഒരു രോഗത്തിന് ലെൻസിൽ അർബുദം ബാധിച്ച് ഞാൻ ഓരോ ദിവസവും എൻ്റെ ആരോഗ്യം ക്ഷയിച്ചുകൊണ്ടിരിക്കുന്നതാണെന്ന് ബോധ്യപ്പെട്ടിട്ടും അദ്ദേഹം 2021 വരെ തെരഞ്ഞെടുപ്പ് രംഗത്തും പൊതുരംഗത്തും രാഷ്ട്രീയ രംഗത്തും വളരെ സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ശ്രീ ഉമ്മൻചാണ്ടി ഇതിൻ്റെ ഉദ്ഘാടന ദിവസം ആദ്യം നിശ്ചയിച്ചത് ജനുവരി മാസത്തിലാണ്. പിന്നീടാണ് അദ്ദേഹത്തിന് ഒരു ടെസ്റ്റും അതിൻ്റെ രോഗനിർണയവും നടത്തുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ചെക്കപ്പ് നടത്തുന്നതിന് വേണ്ടി അദ്ദേഹത്തിന് ഹോസ്പിറ്റലിൽ വേണ്ടി വന്നു. വീണ്ടും അദ്ദേഹം വിളിച്ചു പറഞ്ഞു മറ്റൊരു ദിവസം എനിക്ക് തന്നു. ഈ ബാങ്കിൻ്റെ പ്രത്യേകിച്ച് ബാങ്കിൻ്റെ ഭരണസമിതിയോടും ജീവനക്കാരോടും ഉള്ള ഒരു പ്രത്യേക താല്പര്യം തന്നെയാണ് അദ്ദേഹം ഈ മന്ദിരം ഉദ്ഘാടനം ചെയ്യാൻ ഞാൻ വരുമെന്ന് അദ്ദേഹം നേരത്തെ വൈസ് പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ രാവിലെ 9 മണിക്കാണ് പരിപാടി നിശ്ചയിച്ചതെങ്കിൽ പോലും 8 മണിയായപ്പോഴേക്കും അദ്ദേഹം ഇവിടെ എത്തിച്ചു തന്നു. എന്നിട്ടും ബഹുമാനപ്പെട്ട കൊടുങ്ങല്ലൂരിൻ്റെ MLA അന്നത്തെ VR സുനിൽകുമാറും അതുപോലെ തന്നെ മുനിസിപ്പൽ ചെയർപേഴ്സണും വരുന്നത് വരെ അദ്ദേഹം ഈ മന്ദിരം 15 മിനിറ്റോളം ഈ ഉമ്മറത്ത് റിബൺ കട്ട് ചെയ്യുന്ന ഭാഗത്ത് കത്രയും പിടിച്ച് അദ്ദേഹം MLAയും നഗരസഭാ ചെയർപേഴ്സണെയും കാത്ത് നിൽക്കുകയും അവർ വന്നതിന് ശേഷമാണ് അദ്ദേഹം അതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. വൈസ് പ്രസിഡന്റ് ഷിബു വർഗീസ് അധ്യക്ഷത വഹിച്ചു. ഡയറക്ടർമാരായ CC ബാബുരാജ്, CG ചന്താമരാക്ഷൻ, PP ജോൺ, AP രാധാകൃഷ്ണൻ, PP ഷാജി, MU ഉമറുൽ ഫാറൂഖ്, സുനിത വിക്രമൻ, CB ജയലക്ഷ്മി, സുബൈദ ബാബു, സെക്രട്ടറി MG മിനി, PD ദിനേശ് തുടങ്ങിയവർ സംസാരിച്ചു. എഞ്ചിനീയറിംഗോ ഡിപ്ലോമയോ കഴിഞ്ഞ് ക്യാമ്പസ് ഇന്റർവ്യൂ വഴി ഒരു ജോലിയാണോ അതോ സ്വന്തമായി ഒരു സംരംഭം തുടങ്ങാനാണോ നിങ്ങളുടെ ലക്ഷ്യം? എങ്കിൽ ഇതിനെല്ലാം സൗകര്യമൊരുക്കുന്ന SNM-IMT മാലിയങ്കരയിൽ അഡ്മിഷൻ നേടും. SNM-IMTയുടെ പ്രത്യേകതകൾ: എഞ്ചിനീയറിംഗ് ഡിപ്ലോമ എന്ന 2 കോഴ്സുകൾ, ഉയർന്ന അക്കാഡമിക് നിലവാരം, പരിചയസമ്പന്നരായ മികച്ച അധ്യാപകർ, ആധുനിക സംവിധാനങ്ങളുള്ള ലാബ് സൗകര്യങ്ങൾ, സംരംഭകത്വത്തിന് പ്രത്യേക വിഭാഗങ്ങൾ, വിദ്യാഭ്യാസ രംഗത്ത് 100 വർഷത്തെ പാരമ്പര്യമുള്ള ശക്തമായ മാനേജ്മെന്റ്, വിജയകരമായ ഭാവി ഉറപ്പുവരുത്തുന്നു. വിശദമായ വിവരങ്ങൾക്കായി വിളിക്കൂ. SNM-IMT എഞ്ചിനീയറിംഗ് ആൻഡ് പോളിടെക്നിക് കോളേജ്, മാലിയങ്കര.